ശൂന്യത അനുഭവിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തമാശക്ക് പറയുന്നതല്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ ഒരു വിസ്മയമായിരുന്നു. വല്ലാത്ത അത്ഭുതത്തോടെയാണ് ഉസ്താദിന്റെ ഓരോ ചലനങ്ങളും നോക്കി കാണാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അറിവ് കൂടുന്തോറും, ഇൽമു വർദ്ധിക്കും തോറും, പാണ്ഡിത്യം അധികരിക്കും തോറും ഒരാൾക്ക് എത്രമാത്രം വിനയം വർദ്ധിക്കും എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമായിരുന്നു മഹാനായ ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് അവറുകൾ. വലിയ വിനയം കാത്തു സൂക്ഷിച്ച ഏതൊരു ചെറിയ വ്യക്തിയോട് പോലും വളരെ താഴ്മയോടുകൂടെ സംസാരിച്ചിരുന്ന വലിയ പണ്ഡിതനായിരുന്നു മഹാനായ ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ. ഉസ്താദിന്റെ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണം നമുക്ക് പലരെയും കാണാം. ഒരു ചെറിയ ഉയർച്ച ലഭിക്കുമ്പോൾ തന്നെ ആരെയും പരിഗണിക്കാതെ മിണ്ടാനും സംസാരിക്കാനും മറ്റുള്ളവരെ ചേർത്തുപിടിക്കാനും മടിക്കുന്ന ഈ സാഹചര്യത്തിൽ മഹാനായ ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് അവറുകൾ കേരളത്തിൽ ആധികാരിക പരമോന്നത പരമാധികാരിക സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആവുകയും കാസർഗോഡ് ജില്ലയുടെ കാസർഗോഡ് സംയുക്ത ജമാഅത്തിന്റെ, കുമ്പള സംയുക്ത ജമാഅത്തിന്റെ, ഉപ്പള മേഖല സംയുക്ത ജമാഅത്തിന്റെ ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി പ്രദേശങ്ങളുടെ ഖാളിയായി ഉസ്താദ് സേവനം ചെയ്യുമ്പോഴും ലോക പണ്ഡിത സഭയിൽ, കേരളത്തിന്റെയല്ല ഇന്ത്യയുടെയല്ല, റാബിത്തത്തുൽ ആലം എന്ന് പറയുന്ന ലോക പണ്ഡിത സഭയിൽ ഒരു അംഗമായി കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തിയായിരുന്നു മഹാനായ ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ. ഞാനടക്കം വരുന്ന അനേകമായിരം ഫൈസി പണ്ഡിതന്മാരുടെ അഭിമന്യരായ ഉസ്താദാണ് മഹാനായ ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ. കേരളത്തിലെ പ്രഥമ മതകലാലയമായിട്ടുള്ള, ബിരുദം നൽകുന്ന, സനദ് നൽകുന്ന കേരളത്തിലെ ആദ്യ സ്ഥാപനമായിട്ടുള്ള ഫൈസാബാദിലെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയ, അതിന്റെ ദീർഘകാല പ്രിൻസിപ്പളായി സേവനം ചെയ്തവരാണ് മഹാനായ ആലിക്കുട്ടി ഉസ്താദ്. ഇങ്ങനെ അനവധി നിരവധി സ്ഥാനങ്ങളും സേവനങ്ങളും ഉസ്താദ് വഹിക്കുമ്പോഴും വളരെ വിനയത്തോടെ മാത്രം, വളരെ താഴ്മയോടെ മാത്രം ആളുകളെ സമീപിച്ചിരുന്ന, പെരുമാറിയിരുന്ന വലിയ പണ്ഡിതനായിരുന്നു മഹാനായ ഷെയ്ഖുൽ ജാമിഅ. ആര് പോയാലും, എത്ര ചെറിയ വ്യക്തി പോയാലും അവരൊക്കെ ചേർത്ത് പിടിച്ചിരുന്നവരായിരുന്നു മഹാനായ ഷെയ്ഖുൽ ജാമിഅ. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അവിടുത്തെ ദറജ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേരളത്തിൽ മാത്രല്ല, ഇന്ന് പിന്നെ കാലിമാർ ഒരുപാട് നമ്മുടെ സംസ്ഥാനത്തുണ്ട്, അല്ലെ? എത്രയോ കാലിമാറുണ്ട്. നമ്മുടെ കാഞ്ഞങ്ങാട് കാളിയാണ് ആര്? സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകൾ. കോഴിക്കോട്ട് കാളിയാണ് സയ്യിദ് മുഹമ്മദ് ജമലുലൈലി തങ്ങൾ. അതേപോലെ പാണക്കാട് സാദാത്തുമാർ. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാളിമാർ ഇന്നുണ്ട്. ആ കാളിമാര കൂട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു കാളിയായിരുന്നു, ഏറ്റവും ദീർഘകാലം ഖാലിയായി സേവനം ചെയ്ത ഒരേ ഒരു വ്യക്തിയായിരുന്നു ആര്? മഹാനായ ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ്. 21 വയസ്സ് മുതൽ ഉസ്താദ് ഖാലിയാണ്. എത്രാം വയസ്സ് മുതലാണ്? 21 വയസ്സ് മുതൽ. ഉസ്താദ് വഫാത്തായത് 61 വയസ്സിലാണ്. 61ാമത്തെ വയസ്സിലാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞത്. നീണ്ട 40 കൊല്ലം
81 61 81 81 വയസ്സിലാണ് ഉസ്താദ് ഇവിടെ പറയുന്നത്. അപ്പോ നീണ്ട 60 കൊല്ലക്കാലം ഉസ്താദ് ഖാലിയായി സേവനം ചെയ്തു എന്നാണ്. 21 മുതൽ 81 വരെ. അതും എവിടെയാ? സ്വന്തം മഹല്ലിൽ, തിരൂർക്കാട് എന്ന സ്വന്തം നാട്ടിൽ. അപ്പൊ എത്ര വലിയ സ്വീകാര്യതയാണ് ഉസ്താദിന് ലഭിച്ചിട്ടുള്ളത്. സ്വന്തം നാട്ടിലൊരു ഖാലിയാവുക എന്ന് പറയുമ്പോൾ ആ നാട്ടിൽ തന്നെ 18-ാം വയസ്സ് മുതൽ ഉസ്താദ് ഖത്തീബാണ്. എത്രാം വയസ്സ് മുതൽ? 18-ാം വയസ്സ് മുതൽ ആ സ്വന്തം തിരൂർക്കാട്ട് ആ നാട്ടിൽ. നമുക്കറിയാം, ഇപ്പൊ മിഞ്ഞാന്ന് നമ്മളൊക്കെ അവിടെ പോയി ഉസ്താദിന്റെ അവസാനം ആ ജനാസ കാണാൻ ഭാഗ്യം ലഭിച്ചു. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആ പള്ളിയിൽ വിശാലമായ, വളരെ അമ്പലച്ചുംബിയായ മനോഹരമായ ഒരു പള്ളി അവിടെ കാണാം തിരൂർക്കാട്ടിൽ. അതിന്റെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പള്ളി ഉദ്ഘാടനം ചെയ്തത് സ്ഥലം ഖാദി ശൈഖുന ഉസ്താദ് കെ അലിക്കുട്ടി മുസ്ലിയാർ. ആ പള്ളി പോലും ഉദ്ഘാടനം ചെയ്ത ഉസ്താദാണ്. എത്ര വലിയ സ്വീകാര്യതയാണ് സ്വന്തം നാട്ടിൽ പോലും ഉസ്താദ് ലഭിച്ചിട്ടുള്ളത്. അത് അള്ളാഹു കൊടുത്ത വലിയ ഉയർച്ചയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കൊക്കെ വലിയ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ആ ഉസ്താദിന്റെ നഷ്ടപ്പെടൽ, ആ വിയോഗം, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശൂന്യത നമുക്ക് സമ്മാനിക്കുകയാണ്. ഒന്നോ ഒരു വലിയ നഷ്ടപ്പെട്ടൊരു പിതാവിനെ നഷ്ടപ്പെട്ടതുപോലെ ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘാതം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല സ്വർഗത്തിൽ ഉസ്താദിന്റെ കൂടെ സംഗമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനേക്കാൾ നല്ലൊരു പകരക്കാരനെ അള്ളാഹു ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബ് ആ ഉസ്താദിന്റെ നന്മകളെല്ലാം അള്ളാഹു ഉയർത്തട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, മാസങ്ങളോളമായി ഉസ്താദ് സുഖമില്ലാതെ കിടക്കുകയാണ്, വല്ലാത്ത പ്രയാസത്തോടെ കിടക്കുകയാണ്. അവസാനം ഈ മരിക്കുന്ന സമയത്തുള്ള ആ ഫോട്ടോ നിങ്ങളൊക്കെ കണ്ടില്ലേ? ഫോട്ടോ കണ്ടില്ലേ? എന്തൊരു പുഞ്ചിരിയാണ് ആ മുഖത്ത്, ചിരിച്ചു കിടക്കുന്നത് പോലെ. അത് മരണപ്പെട്ട് ചേതനയറ്റ് കിടക്കുകയാണ് എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ, അല്ലെ, ഒരാള് ചിരിച്ചു കിടക്കുന്നത് പോലെ എത്ര പുഞ്ചിരിയാണ് ആ മുഖത്ത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നാളെ ആ ചിരിയോടെ നാളെ സ്വർഗത്തിലും ആ ഉസ്താദിനെ കാണാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചൊവ്വാഴ്ചയാണ് ഉസ്താദിന്റെ രോഗമൊന്ന് മോചിക്കുന്നത്. ഉസ്താദിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. വ്യാഴാഴ്ച ഉച്ചയാകുമ്പോ ഉസ്താദിന്റെ ഒരു ഖാദിമുണ്ട്, ഉസ്മാൻ ഫൈലി എന്ന് പറയുന്നത്. വർഷങ്ങളോളമായി ഉസ്താദിന്റെ നിഴൽ പോലെ കൂടെ നടക്കുന്നവരാണ്. ഉസ്താദിന്റെ ഖാദിമിനെ വിളിക്കുന്ന വ്യാഴാഴ്ച വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും വെള്ളം വേണം. അങ്ങനെ കുറെ വെള്ളം അങ്ങനെ കുടിച്ചു. ഉസ്താദിനോട് ഉസ്മാൻ ഫൈലി ചോദിക്കുന്നു, ഉസ്താദിന് വിശക്കുന്നു, ഭക്ഷണം വല്ലതും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്ന റോബസ്റ്റ് പഴം ഉസ്താദിന് കഴിക്കാൻ കൊടുക്കുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഉസ്താദിന് വലിയ ഒരു പ്രയാസം അനുഭവിക്കുകയാണ്. ഉസ്മാൻ ഫൈലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉസ്മാൻ ഫൈലിക്ക് തോന്നി ഇത് അവസാന നിമിഷമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുന്നു. ഉസ്താദ് അതേപടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നു. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വ്യക്തമായി ഉച്ചരിച്ച് കണ്ണടച്ച് യാത്ര പോവുകയാണ് മഹാനായ ശൈഖുൽ ജാമിഅ. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. എത്ര സുന്ദരമായ മരണമാണ്, എത്ര മനോഹരമായ മരണമാണ്. അവര് നടന്ന വഴിയെ നടക്കാൻ ഈ ഒരൊറ്റ മരണം മതി. അവര് നിന്ന പാത, അവര് സ്വീകരിച്ച വഴി, അവര് നടന്നു നീങ്ങിയ പാതാവ്, അത് വളരെ കൃത്യമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആ ഒരു ബോധം അല്ലാഹു നമുക്ക് നൽകട്ടെ. അവരോടൊപ്പം അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الفاتحة.